ഉടമ്പടിയുടെ പേര് പറയാമോ നിങ്ങൾക്ക്? വിവാഹ ഉടമ്പടി. വേറൊരു ഉടമ്പടി, ധാരാളം ഉടമ്പടികളുണ്ട് അല്ലേ? ബിസിനസ് കരാർ ചെയ്യാറുണ്ട്. കർത്താവ് കുറച്ച് സ്ഥലം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരിക്കൽ ഈ ഒരു വ്യക്തി വന്ന് എൻ്റെ അപ്പനായിട്ട് ഉടമ്പടി ചെയ്ത്. ഞാൻ ഗൾഫിലാണ്. ആ ഉടമ്പടി ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ അങ്ങനെ തരിക. ആ സമയത്ത് ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് റബ്ബർ വെച്ച് പിടിപ്പിച്ച് തരാം, അങ്ങനെ എന്നിട്ട് വളർത്തി തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ഞങ്ങൾ പൈനാപ്പിൾ കൃഷി. അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി എൻ്റെ അപ്പനുമായിട്ട് ഉണ്ടാക്കി. അപ്പോൾ 4 വർഷം കണ്ടുമായിരുന്നു അതിൻ്റെ പീരീഡ്. ആ സമയത്ത് അവർ പൈനാപ്പിൾ കൃഷി ചെയ്തു. ആ സമയത്ത് തന്നെ അവർ റബ്ബർ നട്ട് പിടിപ്പിച്ചു, വളർത്തി. പിന്നെ റബ്ബറിൻ്റെ ചോല ആയ സമയത്ത് അവർ കൃഷി നിർത്തി. ഉടമ്പടിയാണ്. പിന്നെ ഇവിടുത്തെ വാടക ഉടമ്പടി കേട്ടിട്ടില്ലേ നിങ്ങൾ? വാടക ഉടമ്പടി അത് എത്ര മാസത്തേക്കാണ്? 11 മാസത്തേക്ക് അല്ലേ? നിങ്ങളുടെ വീട് ചിലപ്പോൾ 2 മുറി വേറൊരാളും കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 11 മാസത്തേക്ക് വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ അത് 11 മാസം അതിൻ്റെ കാലയളവുള്ളൂ. പിന്നെ പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ വിവാഹ ഉടമ്പടി എത്ര മാസത്തേക്കാ? 11 മാസത്തേക്കാണോ? 11 മാസം കഴിഞ്ഞ് നമുക്ക് പിരിയാം, അങ്ങനെയാണോ? അല്ല, വിവാഹ ഉടമ്പടി അതാണെങ്കിൽ പലർക്കും സന്തോഷമായിരുന്നു. ഇന്ന് പലരുടെയും അങ്ങനെയാണ്, വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് പലപ്പോഴും കാണുന്നത്. ഇതാ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെയാണ് വിവാഹ ഉടമ്പടി, ഇല്ലേ? അപ്പോൾ വാടക ഉടമ്പടിയിൽ ഹൗസ് ഓണറും ആ ടെനൻറ്റുമാണ്, വാടകക്കാരനുമാണ്. വിവാഹ ഉടമ്പടിയിൽ പുരുഷനും സ്ത്രീയുമാണ്, ഇല്ലേ? ഇനി പുതിയ ഉടമ്പടിയിൽ ആരൊക്കെ തമ്മിലാണ്? നമ്മൾ തിരിച്ചറിയേണ്ട ഉടമ്പടി ചെയ്യുമ്പോൾ പുതിയ ഉടമ്പടി സഭയാണ്, പക്ഷെ പുതിയ ഉടമ്പടി എന്നാന്ന് അറിഞ്ഞുകൂടാ. പുതിയ ഉടമ്പടി എന്ന് വെച്ചാൽ സ്തുതിക്കുക, യേശുവിനെ സ്തുതിക്കുക, ഇതാണ് പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി ആരൊക്കെ തമ്മിലാന്ന് അറിയണം. പുതിയ ഉടമ്പടി നമ്മളിപ്പോൾ സങ്കീർത്തനം 50 വായിച്ചു. യഹോവയാം ദൈവവും മനുഷ്യനും തമ്മിലാണ് പുതിയ ഉടമ്പടി. യേശുക്രിസ്തുവിൻ്റെ പിതാവും മനുഷ്യനും തമ്മിലാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് ക്രിസ്തു യേശു, ദൈവപുത്രനായ ക്രിസ്തു. ഇതുകൊണ്ട് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെയൊക്കെ ജനം തെറ്റിപ്പോയി. പിശാച് തെറ്റിച്ച് കളയുന്ന പിശാച് ജനത്തെ തെറ്റിച്ച് കളയുക. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇനി ഇത് 11 മാസക്കാലമല്ല, ഇത് ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ഉടമ്പടിയാണ്. നിത്യം ദൈവത്തോടു കൂടെ, ദൈവ കുടുംബമായി ദൈവത്തോടു കൂടെ വസി. ഇതാണ് ആ ഉടമ്പടി.